ചാമ്പ്യൻസ് ലീഗ് പാകിസ്ഥാനാണ് വേദിയായത്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒറ്റ മത്സരം പോലും ജയിക്കാനാവാതെ പാകിസ്ഥാന് തോറ്റു പിന്മാറേണ്ടി വന്നു. മറുവശത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ICCക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലെന്ന്. ഇന്ന് പാകിസ്ഥാൻ്റെ മുൻ താരം ജുനൈദ് ഖാൻ ഒരു ആരോപണവുമായി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ കളിച്ചു ജയിക്കും, ചിലർ വേദിയുടെ പിൻബലത്തിൽ ജയിക്കും എന്ന്. അതായത് ദുബായിൽ തുടരെ കളി കിട്ടിയത് കൊണ്ടാണ് ഇന്ത്യ ജയിച്ചതെന്ന്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ മത്സരം പോലും ജയിക്കാൻ കഴിയാതെ പോയ പാകിസ്ഥാൻ ടീമിൻ്റെ ഒരു മുൻ താരം പറയുന്നു, എല്ലാ മത്സരങ്ങളും ആധികാരികമായി ജയിച്ച ഇന്ത്യ ഷെഡ്യൂളിൻ്റെ പിൻബലത്തിലാണ് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത് എന്ന്. ഏതായാലും ഇന്ത്യയും ന്യൂസിലാൻഡും കളിക്കുന്ന പിച്ച് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ച അതേ പിച്ചാണ്. ഫൈനൽ പോരാട്ടം അന്ന് പാകിസ്ഥാനെ അമ്പേ പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇന്ന് വിജയത്തിലെത്തുമോ എന്ന ചോദ്യം ബാക്കി. വില്ലിച്ചായൻ്റെ കിവീസാണ് മറുവശത്ത്. ഏതായാലും ഷിൻസ് സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ചേരുന്നു. ഷിൻസ്, ടോസ് ഇട്ടു, ന്യൂസിലാൻഡ് വൺ ദ ടോസ് ആൻഡ് ഇലക്റ്റഡ് ടു ബാറ്റ് ഫസ്റ്റ്. വളരെ നിർണായകമായ ഒന്ന്. ടോസ് ഇന്നത്തെ മത്സരത്തിൽ നിർണായകമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഒരു 250 മുതൽ 270 വരെയുള്ള ഒരു സ്കോറിലേക്ക് പോയാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നുറപ്പാണ്. 15ാമത് തവണ തുടരെ ടോസ് നഷ്ടമാകുന്ന രോഹിത് ശർമ്മയ്ക്ക്. പക്ഷേ അശ്വിൻ പറഞ്ഞതുപോലെ ടോസ് നേടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, അല്ലാതെ നമ്മൾ ജയിക്കും എന്ന്. അതെ, ഒരു വശത്ത് എല്ലാ ലെഗ് ഫാക്ടറുകളും എഗെയിൻസ്റ്റായിട്ടും ഇന്ത്യ തുടരെ ജയിച്ചു കൊണ്ടിരിക്കുന്നു. രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ, കളിക്കാൻ എന്ന നിലയിൽ ഏറെ നിർണായകമായ ഒരു മത്സരമാണ് ഇന്നത്തേത്. ഷിൻസ്, ആരാധകർ വലിയ ആവേശത്തിലാണ്. ടോസ് ഇട്ടു, ന്യൂസിലാൻഡിന് കിട്ടി, അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൃഷ്ണരാജ് ഇപ്പോൾ ടോസ് ഇട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ടോസ് കിട്ടാത്ത ഒരു തരത്തിൽ അനുഗ്രഹമായിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ വിമർശിക്കുന്നവർ പറയും ടോസിന്റെ ആനുകൂല്യം, ഗ്രൗണ്ടിന്റെ ആനുകൂല്യം, അത്തരത്തിലാണ് ഇന്ത്യ വിജയിച്ചു വന്നതെന്ന്. പക്ഷെ എന്നാൽ ഇന്ന് ടോസ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഈ പിച്ചിൽ ദുഷ്കരമാണ് ബാറ്റിംഗ്. അപ്പോൾ ഈ രണ്ടാമത് ബാറ്റ് ചെയ്ത് ഇന്ത്യ കപ്പടിക്കുകയാണെങ്കിൽ മധുരം കൂടും. തീർച്ചയായും അത് തന്നെ സംഭവിക്കും. ഇവിടെ എത്തുന്ന ഓരോ ആരാധകരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളിവിടെ മണിക്കൂറുകളായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കളി സ്റ്റേഡിയത്തിലേക്ക് 10 മണിക്കാണ് ആരാധകരെ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 9 മണിക്ക് തന്നെ ഗാലറിയിലേക്ക് കയറാൻ ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ് അവസാനമായിരിക്കുകയാണ്. ഏതാണ്ട് ഗാലറി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഈ ഫൈനൽ മത്സരത്തെ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി. 40 മിനിറ്റുകൾക്കകം എല്ലാ കാറ്റഗറികളും ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആരാധകരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗാലറിയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന മൊത്തം ഇന്ത്യൻ ആരാധകരാണ്. വിരലിലെണ്ണാവുന്ന ന്യൂസിലാൻഡ് ആരാധകർ മാത്രമാണ് ഇപ്പോൾ ഗാലറിയിൽ എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ളവരും ശ്രീലങ്കയിൽ നിന്നുള്ളവരും എല്ലാം ഇന്ത്യൻ ടീമിന് സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട്. അതുകൂടെ കൂടാതെ തന്നെ നിരവധി ആളുകളാണ് മാതൃരാജ്യത്തെ സപ്പോർട്ട് ചെയ്യാനായി ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ അടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഗാലറി വളരെ ആവേശത്തിലാണ്. ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുന്ന കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. കൃഷ്ണൻ, യെസ്, ടോസ് നേടിയ ന്യൂസിലാൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. വി വിൽ ട്രൈ ആൻഡ് പുട്ട് സം റൺസ് ഓൺ ദ ബോർഡ്. അത് തന്നെയാണ് 270 മികച്ച സ്കോറാണ് ഈ ഗ്രൗണ്ടിൽ. ആ 270 അല്ലെങ്കിൽ 250 മുതൽ 270 വരെയുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ന്യൂസിലാൻഡ് വലിയൊരു പ്രതീക്ഷ അവിടെ വയ്ക്കുന്നുണ്ട്. മാറ്റ് ഹെൻറി കളിക്കാനില്ല, പരുക്കേറ്റ മാറ്റ് ഹെൻറി ഉണ്ടാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. മാറ്റ് ഹെൻറി ഇല്ല, പകരം അവിടെ വരുന്നത് നഥാൻ സ്മിത്ത് എന്ന പ്ലെയറാണ്. ഇന്ത്യൻ നിരയിൽ മാറ്റമില്ല. അല്പം മുമ്പ് ഒരു ലേഖനം വായിക്കുമ്പോൾ ഒരുപക്ഷെ കുൽദീപ് യാദവ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ആർഷ്ദീപ് വരുമെന്നുമൊക്കെ കഥകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, കുൽദീപ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി. ആ സെയിം 11 സെമിയിൽ കളിച്ച, അതിന് മുമ്പത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ കളിച്ച അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തുന്നു. മറുവശത്ത് വില്യങ്, രച്ചിൻ രവീന്ദ്ര, കെയ്ൻ വില്യംസൺ, ഡാരിൻ മിച്ചൽ, ടോം ലാഥം, ഗ്ലെൻ ഫിലിപ്സ്, മിച്ചൽ ബ്രേസ്വെൽ, സാറ്റ്നർ, കെയ്ൽ ജാമീസൺ, നഥാൻ സ്മിത്ത്, അവരുടെ ഓറോർക്ക് എന്ന ബൗളർ കൂടി. അങ്ങനെ അവരിപ്പോഴും പേസ് ബൗളിങ്ങിന് സാധ്യതകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നിരയെ തന്നെയാണ് ന്യൂസിലാൻഡ് ഇറക്കിയിരിക്കുന്നത്. മറുവശത്ത് നമ്മുടെ ശക്തി ഷമിയിലും പിന്നെ സ്പിന്നർമാരിലുമാണ്. പിന്നെ സ്ഥിരതയാർന്ന ഒരു ബൗളിംഗ് നിരയുണ്ട്. നിഖിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഏറ്റവും ശ്രദ്ധേയം 15ാമത്തെ വട്ടവും തുടർച്ചയായി ഞാനത് പറഞ്ഞു, ലെഗ് ഫാക്ടർ ഇല്ല. അപ്പോൾ ജുനൈദ് ഖാൻ നേരത്തെ പറഞ്ഞതും അങ്ങനെയാണ്. ഇന്ത്യ കളിക്കുന്നത് മികവ് കൊണ്ടല്ല ജയിച്ചു വരുന്നത്,
ഷെഡ്യൂളിൻ്റെ പിൻബലത്തിലാണ്. അതായത് ന്യൂസിലാൻഡ് 7000-ഓളം കിലോമീറ്ററുകൾ കളിക്കാനായി സഞ്ചരിച്ചു, ദക്ഷിണാഫ്രിക്ക സഞ്ചരിച്ചു, ഇന്ത്യ മാത്രം 0 കിലോമീറ്റർ ഒരിടത്തിരിക്കുന്നു, മറ്റുള്ളവർ വന്ന് കളിച്ച് തോറ്റു പോകുന്നു. ആ തോറ്റു പോകുന്നു എന്നുള്ള കാര്യം പുള്ളി പറഞ്ഞിട്ടില്ല. ഏതായാലും പുള്ളിയുടെ ടീമാകട്ടെ ഒരു കളി പോലും ജയിക്കാതെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു. അത് കിട്ടിയ ഒരു പോയിന്റ് അത് മഴ മൂലം മത്സരം സമനില. നമ്മൾ പേടിച്ചത് തന്നെ രോഹിത് ശർമ്മ ഹാസ് ദ കോയിൻ, മിച്ചൽ സാറ്റ്നർ കാൾസ് ഹെഡ്സ് ആൻഡ് ഇറ്റ്സ് ഹെഡ്. അതെ, അപ്പോൾ 15-ാം തവണയും നമ്മുടെ ലെഗ് ഫാക്ടർ പോയി. അതെ, പോട്ടെ. പക്ഷേ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അശ്വിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ടോസ് ആവശ്യമില്ല, അത് ന്യൂസിലൻഡ് തന്നെ ലഭിച്ചോട്ടെ. നമ്മൾ ഇതുവരെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെ വിജയിച്ചത് ടോസ് ലഭിച്ചിട്ടല്ല, നമ്മൾ കളിച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ മത്സരവും നമ്മൾ കളിച്ച് തന്നെ ജയിക്കും എന്നും നേരത്തെ അശ്വിൻ പറഞ്ഞൊരു കാര്യം. ശരി, വളരെ നിർണായകമായ ടോസ് ഫൈനൽ മത്സരമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബാറ്റ് ട്രാക്കാണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിൽ തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് എപ്പോഴും ഒരു ഫൈനൽ പോരാട്ടത്തിൽ സമ്മർദ്ദം കൂടുതലായിരിക്കും. ഇന്ന് ബാറ്റിങ്ങിന് അനുകൂലമായ ആദ്യ പകുതിയിൽ ന്യൂസിലാൻഡാണ് ബാറ്റ് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഇന്ത്യ സമ്മർദ്ദത്തിലോ എന്ന് ചോദിച്ചാൽ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ സെമിയിൽ ഓസ്ട്രേലിയക്ക് നേരിട്ടപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു 230 സ്കോറെങ്കിൽ നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം. പക്ഷേ 250 അടുത്തേക്ക് എത്തിയാൽ ഇന്ത്യക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും, വലിയ തലവേദനയാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്കോർ നമ്മൾ അനായാസം മറികടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഈ ന്യൂസിലൻഡിൻ്റെ കാര്യം അത്രത്തോളം എളുപ്പമല്ല. കാരണം ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിര അത് അത്ര ശക്തം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചെറിയ പോരായ്മകളൊക്കെ ഉള്ള ഒരു ബൗളിംഗ് നിരയായിരുന്നു. പക്ഷേ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ അവർ കൃത്യമായ പ്ലാനോട് കൂടി എത്തുന്ന കിടിലനായിട്ടുള്ളൊരു ബൗളിംഗ് നിര തന്നെ ഉണ്ട്. ഈ നഥാൻ സ്മിത്ത് അതെ മീഡിയം ഫാസ്റ്റ് ബൗളറും ബാറ്റ്സ്മാനുമാണ്. അതെ, അപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടി. കാരണം ടോസ് നിർണായകമാവുകയും ബാറ്റിങ്ങിൽ വിക്കറ്റുകൾ തുടരെ വീഴുകയും ഒക്കെ ചെയ്താൽ ഡെപ്തിലേക്ക് ഒരു ബാറ്റ്സ്മാനെ കൂടി അവർ ആഡ് ചെയ്തു. നമ്മൾ ആഗ്രഹിച്ചത് ഒരുപക്ഷെ കുൽദീപിനെ പുറത്തിരുത്തുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ വരണമെന്നാണ്. അതെ, കാരണം വാഷിംഗ്ടൺ സുന്ദർ അത്യാവശ്യം അക്സർ പട്ടേലിനെ പോലെയൊക്കെ ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. ശരി, ഇപ്പോൾ ടോസിൻ്റെ ആനുകൂല്യം ന്യൂസിലൻഡിന് കിട്ടി. അവരൊരു ബാറ്റ്സ്മാനായ ബൗളറെ കൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കി ടീം. പക്ഷേ വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്റർ ഉള്ളപ്പോൾ എത്ര നിർണായക ഘട്ടങ്ങളിലും സമ്മർദ്ദം ഘട്ടങ്ങളിലുമൊക്കെ അതിജീവിച്ച് ശീലിച്ചൊരാൾ, നമുക്ക് വലിയ പ്രതീക്ഷ ഇപ്പോഴും ഇല്ലേ? തീർച്ചയായും അത് ചേസിങ്ങിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു. 250 സ്കോറൊക്കെ 250 to 270 ഇന്ത്യ പുഷ്പം പോലെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം വിരാട് കോഹ്ലി മാത്രമല്ല, മറ്റൊരു വശത്ത് ശ്രേയസ് അയ്യർ എന്നൊരു താരം കൂടിയുണ്ട്. അതും നമ്മൾ പലപ്പോഴും അത്രത്തോളം പുകഴ്ത്താത്ത ഒരു താരമാണ് ശ്രേയസ് അയ്യർ. പക്ഷേ പ്രത്യേകിച്ച് ഈ ചാമ്പ്യൻസ് ട്രോഫി നോക്കിയാൽ ഒരു ഗ്രാഫ് എടുത്താൽ കൃത്യമായി സ്റ്റഡിയായിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് മാത്രമുള്ള ഗ്രാഫിൽ ഉയർച്ച മാത്രമുള്ള ഒരു താരമാണ് ശ്രേയസ് അയ്യർ. മറ്റൊരു കാര്യമുണ്ട്, ന്യൂസിലാൻഡിനെതിരെ മികച്ച പ്രകടനമുള്ള ഒരു താരം കൂടി മാത്രമല്ല. ഒരുപക്ഷെ ആ ഇടയ്ക്കൊന്ന് പരിക്ക് പറ്റി പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വൈസ് ക്യാപ്റ്റൻ അതിലൂടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു താരം കൂടിയായിരുന്നു ഈ ഒരു ശ്രേയസ് അയ്യർ എന്ന് പറയാം. ശ്രേയസ് അയ്യറുടെ ഞാൻ പറയുന്നത് ഈ ഒരു ന്യൂസിലാൻഡിനെതിരെയുള്ളൊരു പ്രകടനം അത് റീസെൻറ്റ് ടൈമിൽ എടുത്തു നോക്കിയാൽ അത് 2020 മുതലുള്ള കുറച്ച് മത്സരം എടുത്ത് നോക്കിയാൽ 2020 അവർക്കെതിരെ അവർ കളിച്ച ഒട്ടുമിക്ക മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി അല്ലെങ്കിൽ സെഞ്ചുറി ന്യൂസിലാൻഡിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 1-2 മത്സരം, അതായത് 2023 വേൾഡ് കപ്പിൽ ഒരു 33 റൺസും 2022 ഒരു 49 റൺസും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ന്യൂസിലാൻഡിനെതിരെ കളിച്ച എല്ലാ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി അല്ലെങ്കിൽ സെഞ്ചുറി, അതിൽ തന്നെ 2 സെഞ്ചുറി ഉണ്ട്, ബാക്കിയെല്ലാം അർദ്ധ സെഞ്ചുറി ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും കണ്ടതാണ്. ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ 79. മാത്രമല്ല ശ്രേയസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാനായി ഒരു പക്ഷേ യുവരാജിന് ശേഷം ഇത്ര സ്ഥിരതയോടെ കളിക്കുന്ന മറ്റു ബാറ്റ്സ്മാൻ ഉണ്ടായിട്ടില്ല. 2, എത്ര സമയം ഇപ്പോൾ 3 വിക്കറ്റിന് 10 റൺസ് എന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും വന്ന് കൃത്യമായി സിംഗിൾസ് എടുത്ത് കളിക്കുക, പോസിറ്റീവായി കളിക്കുക. അതാണ് ഒരുപക്ഷെ യുവരാജിൻ്റെയും സ്ട്രെങ്ത് ആയിരുന്നത്. അതായത് അമിത പ്രതിരോധത്തിലേക്ക്. ഇവിടെ ഇന്ത്യക്ക് അതിനൊരു അഡീഷണൽ സ്ട്രെങ്ത് ഉള്ളത്, ആ വിക്കറ്റ് പോകുമ്പോൾ ശ്രേയസിനൊപ്പം പലപ്പോഴും വരുന്നത് അക്ഷർ പട്ടേലിനെ പോലുള്ളതാണ്. അക്ഷർ പട്ടേൽ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞത് കൃത്യമായി തൻ്റെ റോള് നിർവഹിക്കുന്നുണ്ട്. ശ്രേയസിന് അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഈ തുടർച്ചയായി വിക്കറ്റ് പോകുന്ന സമയത്ത് ഒരു പിന്തുണ കൊടുക്കുക, വലിയൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക, അതിലൊരു വലിയ നിർണായക പങ്ക് അക്ഷർ പട്ടേൽ വഹിക്കുന്നുണ്ട്. ശരി, ഗൗതം ഗംഭീർ എന്ന കോച്ച് എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന അക്സർ പട്ടേലിൻ്റെ വരവാണ്. അക്സർ പട്ടേൽ ഒരു 3rd ഡൗൺ പൊസിഷനിലേക്ക് വരിക, അതിനുശേഷം രാഹുൽ, ജഡേജ അടക്കം ശേഷം ഹാർദിക് പാണ്ഡ്യ പോലും അതിനുശേഷം വരുന്ന ഒരു ഘട്ടം. അപ്പോൾ അക്സർ കിട്ടിയ അവസരങ്ങൾ മുതലാക്കി
മാത്രമല്ല ഒരുപക്ഷെ ടീമിൽ വന്ന ശേഷം ഇപ്പോൾ വീരേന്ദ്ര സെവാഗിൻ്റെ കഥ അറിയാമല്ലോ. വീരേന്ദ്ര സെവാഗ് ഒരു ഓഫ് സ്പിന്നറായി ടീമിൽ വന്ന ആളാണ്. ആ ഓഫ് സ്പിന്നറായി വന്ന ആൾ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ഹാർഡ് ഹിറ്റിലൂടെ ഏത് ബൗളർ വന്നാലും ഞാൻ അടിക്കും എന്ന് പറഞ്ഞ് ഓപ്പണറായി സച്ചിനോട് വരെ താരതമ്യം ചെയ്യുന്ന ഒരു കളിക്കാരനായി മാറി രോഹിത് ശർമ്മ. യെസ്. അപ്പോൾ രോഹിത് ശർമ്മ ഓഫ് സ്പിന്നർ ആയിരുന്നല്ലോ. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് ഒരു മൂന്നാമത്തെ ഒരു താരം, അല്ലെങ്കിൽ രോഹിത്തും സേവാഗും കഴിഞ്ഞാൽ ഒരു താരമെന്ന് പറയാവുന്ന ആളാണ് അക്ഷർ പട്ടേൽ. കാരണം നീ പോയി കളിച്ചോ എന്ന് പറഞ്ഞു വിടുമ്പോൾ അത് തൻ്റെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യം, അല്ലാതെ അടിച്ചു കളഞ്ഞിട്ട് വാ എന്നല്ല, പെട്ടെന്ന് സ്കോർ അടിക്കുക എന്നല്ല, ഒരു ഒറിജിനൽ ബാറ്റ്സ്മാൻ ഭയങ്കര ഇത് കളിക്കുക എന്നുള്ളത് തന്നെയാണ് അക്ഷറിൻ്റെ റോള്. കൃത്യമായിട്ട് അക്ഷർ അത് ചെയ്യുന്നുണ്ട്, നിർവഹിക്കുന്നുണ്ട്. കാരണം വിരാട് കോഹ്ലിയുടെ കൂടെ ആണെങ്കിലും ശ്രേയസ് അയ്യരുടെ കൂടെ ആണെങ്കിലും ഈ ടീമിൻ്റെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം കൂടി, അതായത് വിരാട് കോഹ്ലിക്ക് അന്ന് സെഞ്ചുറി തേക്കാൻ ആ ഒരു സമയത്ത് ഒരു സിംഗിൾ ഡബിൾ ഓടാൻ വിരാട് കോഹ്ലി വിളിക്കുന്ന സമയത്ത് അക്ഷർ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഡഗൗട്ടിലിരുന്ന് നായകൻ രോഹിത്ത് കൈ കാണിക്കുന്നു, അടിച്ച് ജയിപ്പിക്ക് എന്ന് പറയുന്നു. തൊട്ടടുത്ത പന്തിൽ അടിച്ച് ജയിക്കുന്നു. അതിനുശേഷം രോഹിത്തിനെ നോക്കി വിരാട് കോഹ്ലി എന്താണ് ഞാൻ അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിൽ നിർണായകമായത് ഈ ഒരു അക്ഷർ പട്ടേലിൻ്റെ ഒരു റോള് തന്നെയാണ്. കാരണം അക്ഷർ ഡബിൾ അത് മാത്രമല്ല, നമ്മൾ ഒരു ഇരുത്തം വന്ന ബാറ്റിംഗ് നിരയെ മാറി. എനിക്ക് തോന്നുന്നു അക്ഷർ പട്ടേൽ കൂടി വന്നപ്പോൾ അത് ഒരു ബോണസായി. അതെ അതെ. അപ്പം അതാണ് കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ സ്വതവേ വളരെ ഹിറ്റ് ചെയ്ത് കളിക്കുന്ന, ക്ലാസ്സായി ഡ്രൈവ് ചെയ്യുന്ന, സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന മിടുക്കനായ ഒരു പ്ലെയർ ആയിരുന്നു 2020 ക്രിക്കറ്റിൽ രാഹുൽ. പക്ഷേ സമീപകാലത്ത് രാഹുൽ കുറച്ച് പ്രതിരോധത്തിലേക്ക് പോകുന്ന താരമായി മാറി. വിമർശനങ്ങൾ ഇതുപോലെ കേട്ടൊരു താരമില്ല. കുറച്ച് മുമ്പ് വരെ ചോദിച്ചില്ലേ ഋഷഭ് പന്തിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല, നിങ്ങൾ എന്തിനാണ് രാഹുലിനെ? പക്ഷേ എന്തുകൊണ്ട് രാഹുൽ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കളിയിലാണ് അത് സത്യത്തിൽ ബോധ്യമായത്. വിരാട് കോഹ്ലി സെഞ്ചുറിയിലേക്ക് പോകുന്ന ഘട്ടം, അല്ലെങ്കിൽ 70+ ആയ സമയം രാഹുൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ സമ്മർദ്ദത്തിലേക്ക് പോണ്ട, ഞാൻ അടിക്കാം, നിങ്ങളുടെ കളി തന്നെ കളിച്ചു വന്നോളൂ, സെഞ്ചുറി അടിച്ചോളൂ. കോഹ്ലി ഔട്ടായിപ്പോയി. അപ്പോൾ രാഹുൽ ചെന്നത് പറയുകയാണ്, ഞാൻ കളിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാ അത് ആ രാഹുലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഹിറ്റിന് ശ്രമിച്ചത് എന്നൊരു ചോദ്യം. അപ്പോൾ രാഹുൽ ഒരു ക്യാപ്റ്റൻ മോഡിലേക്ക്, ഒരു പക്ഷേ അടുത്ത ക്യാപ്റ്റൻ ആകേണ്ടിയിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ബാറ്റിംഗ് സൈഡ് അതാകും ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ഏറെ നിർണായകമാവേണ്ടതും. കാരണം 270 ഒക്കെ അതിജീവിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ട് ഏത് പിച്ചായാലും. നിഖിൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട്, അതായത് രോഹിത് ശർമ്മയോട് ചോദിക്കുന്നു ടോസ് പോയല്ലോ എന്ന്. അപ്പോൾ രോഹിത് ശർമ്മ സ്വാഭാവികമായും ഒരു ചിരിയിരിക്കും, ഉറപ്പാണ്. കാരണം ഞാനാണല്ലോ ടോസ് ഇട്ടത്, എനിക്കത് കിട്ടില്ലല്ലോ എന്ന്, കഴിഞ്ഞ 15 തവണയായതില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് രോഹിത് പറഞ്ഞത് ടോസ് കിട്ടിയോ ഇല്ലയോ എന്നൊരു നമ്മൾ ചിന്തിക്കുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്യുന്ന രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്തായാലും രണ്ടാമത് ബാറ്റ് ചെയ്യണം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം നമ്മൾ ബോൾ ചെയ്യുകയാണ്, ന്യൂസിലൻഡിനെ എത്രയും ചെറിയ സ്കോറിൽ തളയ്ക്കാൻ പറ്റുമോ അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്യുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ്. കാരണം അവരുടെ പ്രൊഫഷണലിസം കഴിഞ്ഞ കളിയിൽ ഓർക്കുന്നുണ്ടാവും. കുൽദീപ്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി പിടിച്ച പന്ത് വിരാട് കോഹ്ലി വളരെ പെട്ടെന്ന് ത്രോ ചെയ്യുന്നു. അത് കയ്യിൽ കൊള്ളുമെന്ന് ഭാവിച്ച് കൈ പിന്നിലേക്ക് വലിക്കുന്നു കുൽദീപ് യാദവ്. ഒരു വശത്ത് ആ പന്ത് പിടിച്ചത് രോഹിത്താണ്. രോഹിത്തും കോഹ്ലിയും ഒരുപോലെ കുൽദീപിനെ വിരട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പന്ത് പിടിക്കൂ, അത് നിങ്ങളുടെ റോളാണ്, നിങ്ങളത് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലിസത്തിൻ്റെ അങ്ങേയറ്റമാണ്. ശരി, നമ്മൾ എന്തായാലും രോഹിത് നിർഭാഗ്യവാനാണ് ഈ കാര്യത്തിൽ. എല്ലാ കളികളിലും നന്നായി തുടങ്ങി അതിനപ്പുറത്തേക്ക് വലിയൊരു ഭാഗ്യം കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ടോസിൻ്റെ ഭാഗ്യം പറഞ്ഞല്ലോ, ഇതിൽ രോഹിത്തിനെ സംബന്ധിച്ച് ICC ഇവൻറ്റുകൾ രോഹിത് ഇതുവരെ നായകനായി നയിച്ച 14 ICC ഇവൻറ്റുകളിലെ മത്സരമുണ്ട്, 14 ഇതിൽ ആകെ ഒരു മത്സരം മാത്രമാണ് തോറ്റത്. അത് കഴിഞ്ഞ ഏകദിന ലോക ഫൈനലാണ്. അതായത് ഇത്രയും 14 കളി ICC ഇവൻറ്റുകൾ, ICC മത്സരങ്ങൾ, ഇവൻ്റുകളിലെ മത്സരങ്ങൾ നയിച്ച രോഹിത് ഏകദിനത്തിൽ പരാജയപ്പെട്ടത് ഒരു മത്സരം മാത്രമാണ് എന്നുള്ളതാണ്. 15 ടോസ് പോയെങ്കിൽ എന്ത്, ICCയുടെ 14 മത്സരങ്ങൾ തുടരെ ജയിച്ചു. ഇന്ന് 15 ആയാലും സന്തോഷിക്കാം. അതെ, ആ ടോസ് 15 പോയാലും ഞങ്ങൾ ICCയിലെ തുടരെ 15 ജയങ്ങൾ നേടിയെന്ന്. ഒന്ന് ചോദിച്ചോട്ടെ നിഖിൽ, ഈ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ, ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ്, 2019 ധോണിക്ക് പകരം കോഹ്ലി വരുന്നു. 2 വർഷം മുൻപ് 2021 വേൾഡ് കപ്പിന് മുമ്പ്, 2021 കോഹ്ലി മാറി 2023 വേൾഡ് കപ്പിന് മുൻപായി രോഹിത് വരുന്നു. ഇപ്പോൾ രോഹിത്തിന് അതിന് പറ്റിയ സമയമാണ്, നിങ്ങൾ മാറൂ, 2027 ഞങ്ങൾക്കൊരു ക്യാപ്റ്റന് വേണം. ഒരുപക്ഷെ അത് സംഭവിക്കാവുന്നതാണ്, ചിലപ്പോൾ സംഭവിച്ചുകൂടാത്തത്. കാരണം ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന രോഹിത് വിരമിച്ചില്ലെങ്കിൽ ടീമിൽ തുടരേണ്ട ആവശ്യമുണ്ട്. നിഖിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം ഒരുപക്ഷെ പുതിയ ക്യാപ്റ്റനെ
പറഞ്ഞു പഠിപ്പിച്ച് നിർത്തുന്നതിൽ രോഹിത്തിനും കോഹ്ലിക്കും ഒക്കെ വലിയ പങ്കുണ്ട്. മാത്രമല്ല അവർ കളിച്ചാൽ പിന്നെ അവരെ മാറ്റി നിർത്താൻ അത് കണ്ടു. സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകൻ വന്നു. ഇതേപോലെ തന്നെ തുടർച്ചയായ 2020 മത്സരങ്ങൾ വിജയിക്കുന്ന ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു നായകനായിട്ട് സൂര്യകുമാർ യാദവ് മാറിയിട്ടുണ്ട്. അത് കൃത്യമായി രോഹിത് ശർമ്മയുടെ കീഴിൽ ഒരു പരിശീലനം കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്ത്യൻ ടീമിന് അപ്പുറത്തേക്ക് മുംബൈ ഇന്ത്യൻസിലും രോഹിത് ശർമ്മയുടെ കീഴിലാണ് സൂര്യകുമാർ യാദവ് കളിക്കുന്നത്. സൂര്യകുമാർ യാദവ് ഇന്നലെ ഒരു മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ റോൾ എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് രോഹിത് ഭായിയും വിരാട് ഭായിയും ആണ് എന്ന് ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ ഇതിഹാസ താരങ്ങളാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബുംറ എന്നയാൾ വളരെ പെട്ടെന്ന് ഇതിഹാസമായ ഒരാളാണ്. ഒരുപക്ഷെ വേൾഡ് ക്രിക്കറ്റിൽ ഇത്രയേറെ ഷാർപ്നെസ് ഉള്ള, ഇത്രയേറെ ബ്രില്യൻ്റായി പന്തെറിയുന്ന ഒരു ബൗളർ വേറെ നിലവിലില്ല. ബാറ്റർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. കാരണം നമ്മൾ ഒരു ബൗളർ കുറച്ച് നാൾ പന്തെറിയുന്ന സമയത്ത് അദ്ദേഹത്തെ സ്ഥിരമായി വീക്ഷിച്ച് ഇയാൾ എങ്ങനെ ആയിരിക്കും എറിയാൻ സാധ്യതയുള്ളത് എന്ന് പഠിച്ച് ബാറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, താരങ്ങളുണ്ട്, പരിശീലകരുണ്ട്. പക്ഷേ ഇപ്പോഴും ബുംറയുടെ പന്തിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ അപ്പോൾ അതുപോലെയാണ് മറുവശത്ത് ഈ രണ്ട് ഇതിഹാസങ്ങൾ. നോക്കൂ, ഇന്ന് ഇപ്പോൾ 2020 ലോക കിരീടം നേടി. അതിന് തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം, അതിനു പിന്നാലെ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം. കോഹ്ലി വീണ്ടും ഫോമിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. 2 കളികൾ നമ്മൾ കണ്ടതാണ്, സെഞ്ചുറിയും 80+. രോഹിത്തും ഒരു സെഞ്ചുറി അടിച്ചു. പക്ഷേ പിന്നീട് ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ട് മുമ്പ് ഒരു സെഞ്ചുറി. പക്ഷേ പിന്നീട് അങ്ങോട്ട് നല്ല തുടക്കം കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ട്രാക്കിലാകുന്ന രോഹിത്തിനെ നമ്മൾ കാണും. പക്ഷേ ഇന്ന് അതിനുള്ള ദിവസം ആവാനുള്ള സാധ്യത അതാകാം. അങ്ങനെയാണ്, അതാണ് എൻ്റെ ചോദ്യം. കാരണം രോഹിത് ഫോമിലേക്ക് വരികയും ഇന്ത്യ കപ്പ് ഉയർത്തുകയും ചെയ്താൽ രോഹിത് വിരമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? അതിന് ഞാൻ പറയുന്ന ഉറപ്പ് കഴിഞ്ഞ ദിവസം ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. അതായത് വിരമിക്കില്ല, പക്ഷേ നായക സ്ഥാനത്തേക്ക് പുതിയൊരാളിനെ അടുത്ത ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ മുതൽ പുതിയൊരു നായകനെ ഇന്ത്യ പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, നമുക്ക് രോഹിത്തും കോഹ്ലിയും ടീമിൽ തുടരുകയും നമുക്ക് ഇന്ത്യയുടെ ബൗളിംഗ്, ന്യൂസിലാൻഡ്, ഇത് രണ്ടും ഇനി നോക്കണം. വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേള കഴിഞ്ഞ ശേഷം ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് പ്ലസ് ന്യൂസിലാൻഡ് എന്ന അപകടകാരികളായ ഓൾറൗണ്ടർമാരുടെ ഒരു നിര, അതിലേക്ക് വരാം. ഇടവേള. കൃഷ്ണരാജ് നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയൊരു കാര്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയാണ്. അവരുടെ ഒരു കണക്കിലേക്ക് വന്നാൽ ICC ഇവൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏകദിനവും 2020യും ചേർത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയ താരങ്ങൾ, അത് 2 പേരുടെ മത്സരമുണ്ട്. അത് ഈ പറഞ്ഞ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലാണ്. കാരണം വിരാട് കോഹ്ലി 15 പ്ലെയർ ഓഫ് ദ മാച്ചും രോഹിത് ശർമ്മ 11 പ്ലെയർ ഓഫ് ദ മാച്ചും, ഇവർ തമ്മിലാണ് മത്സരം. പിന്നീടുള്ളത് ക്രിസ് ഗെയിലാണ്, 11 പ്ലെയർ ഓഫ് ദ മാച്ചാണ്. ക്രിസ് ഗെയിൽ വിരമിച്ചു പോയി. അപ്പോൾ ഇനി തമ്മിൽ മത്സരം നടക്കുന്നത് ഇവർ തമ്മിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. അതായത് വരുൺ ചക്രവർത്തി, അത് മാത്രം പറഞ്ഞാൽ മതിയാവും, ബാക്കിയെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ അശ്വിൻ എന്നയാൾ ഒഴിച്ചിട്ട ഒരിടമുണ്ട്. അപ്പോൾ അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ വിരമിച്ചു പോയാലും, രവീന്ദ്ര ജഡേജ പോലും വിരമിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ്. രവീന്ദ്ര ജഡേജ വിരമിച്ചു പോയാലും ആ സ്ഥലത്തേക്ക് നമുക്ക് കൃത്യമായി കൊണ്ടുവയ്ക്കാവുന്ന, അതേ തൂക്കത്തിൽ, അതേ കനത്തിൽ, അതേ പൊക്കത്തിൽ വയ്ക്കാവുന്ന ഒരാളാണ് അക്സർ പട്ടേൽ. ചെറിയൊരു വ്യത്യാസമുണ്ട്. രവീന്ദ്ര ജഡേജ വേണമെങ്കിൽ 1.5 മിനിറ്റുള്ളൊരു ഓവർ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശരിയാണ്. അപ്പോൾ ഏതായാലും ഈ വരുൺ ചക്രവർത്തി, ഒരു 2 ഓഫ് സ്പിന്നേഴ്സാണ് ഇപ്പോൾ വളരെ നന്നായി പന്തെറിയുന്നത്. ഒന്ന് വാഷിംഗ്ടൺ സുന്ദറും, ഒന്ന് വരുൺ ചക്രവർത്തിയും. വരുൺ ചക്രവർത്തി ഒരുപക്ഷെ ഇന്ത്യ ഉപയോഗിച്ചത് ഏറെ പരിചയമില്ലാത്ത ഒരു ബൗളർ, ആ നിലയ്ക്ക് പ്രതിരോധത്തിലാകുമെന്നാണ്. അതേ വരുൺ ചക്രവർത്തിയാണ് ഇന്ന് ന്യൂസിലാൻഡിനെതിരെ.
ഈ വരുൺ ചക്രവർത്തിയെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഗൗതം ഗംഭീർ. കാരണം കൊൽക്കത്തയുടെ ടീമിലുണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് വരുൺ ചക്രവർത്തിയെ കൃത്യമായി അറിയാം. വരുൺ ചക്രവർത്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഒരു സ്പിൻ ബുംറയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വരുൺ ചക്രവർത്തിക്ക് മാത്രമേ അറിയൂ ആ പന്ത് എങ്ങോട്ട് പോകും, എവിടെ പിച്ച് ചെയ്യും, ഏത് ഏരിയയിലോട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്. പക്ഷേ വരുണിന് മാത്രമേ അറിയാവൂ എന്നാണ് ആ 5 വിക്കറ്റ് നേടിയ മത്സരം നമ്മളെ കാണിച്ചത്. കാര്യം കഴിഞ്ഞ മത്സരത്തിൽ ഹെഡ് ഇന്ത്യക്കെതിരെ എന്തായിരുന്നു, എവിടെ കണ്ടാലും ഇന്ത്യൻ ബൗളേഴ്സിനെ അടിക്കുന്ന, കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ, ഏകദിന ഫൈനലിൽ നമ്മളെ ഒറ്റയ്ക്കടിച്ച് തോപ്പിച്ച ഹെഡിനെ തൻ്റെ ആദ്യത്തെ പന്തിൽ, അതായത് ഹെഡ് വരുൺ ചക്രവർത്തിയെ ഫേസ് ചെയ്യുന്ന ആദ്യ പന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഔട്ടാക്കുന്നു. അപ്പോൾ വരുൺ ചക്രവർത്തിയുടെ സാന്നിധ്യം അത് കൃത്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ 2 മത്സരങ്ങൾ എടുത്താൽ അതിൽ വരുൺ ചക്രവർത്തി ഉണ്ടായിരുന്നില്ല. അത് ഈ ഒരു ഇതിലേ ഇല്ല. നമ്മളുടെ എന്താണ് സ്ക്രീനിലെ വരുൺ ചക്രവർത്തി ഇല്ല. അല്ല, അതൊരു ടാക്ടിക്സ് ആണ്. ഞാനത് പറയാൻ കാരണം ഇന്ന് ആർഷ്ദീപ് വരുമെന്ന് ഞാനും സംശയിച്ചിരുന്നു. കാരണം പെട്ടെന്നൊരു ബൗളറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗൃഹപാഠങ്ങൾ പൊളിയും. ന്യൂസിലാൻഡിൻ്റെ ഗൃഹപാഠങ്ങൾ പൊളിയും. അത് ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷെ ഉണ്ടായില്ല. ഇന്ത്യ വിന്നിംഗ് സൈഡിൻ്റെ തന്നെ നിലനിർത്തി. ശരി, അന്ന് പരീക്ഷണം നടത്തിയത് ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ചു, നമ്മൾ ഓൾറെഡി സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് ഹർഷിത് റാണെ മാറ്റി അവിടെ കൃത്യമായി വരുൺ ചക്രവർത്തി പ്ലേസ് ചെയ്തു. ആ പ്ലേസ്മെൻറ്റ് വളരെ കറക്റ്റായിരുന്നു തെളിയിക്കുന്നതായിരുന്നു ആ ഇന്നിങ്സ്. എന്തുകൊണ്ട് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അന്ന് എന്തുകൊണ്ട് വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തി എന്ന് എല്ലാവരും ചോദിച്ചു. കാരണം ഹർഷിത് റാണ അത്യാവശ്യം നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്, എല്ലാ കളിയും 2-3 വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്, മികച്ചൊരു പ്ലെയറാണ്. ആ ഹർഷിത് റാണെ മാറ്റി എന്തുകൊണ്ട് വരുണിനെ കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം, അതിനുത്തരം പന്ത് കൊണ്ട് വരുൺ തന്നെ നൽകുന്നു. 5 വിക്കറ്റുകൾ താൻ ഒരു പകരക്കാരനായി വന്നത്. കാരണം ഇന്ത്യ വിജയിച്ചു, സേഫ് സൈഡായി. നമ്മൾ പല സീരീസുകളിലൊക്കെ കാണാറുണ്ട്. കാരണം സേഫ് ആയതിനു ശേഷം നടക്കുന്ന അടുത്ത മത്സരത്തിൽ പരീക്ഷണങ്ങൾ നടത്തും. പ്രധാന താരങ്ങൾക്ക് പലപ്പോഴും വിശ്രമങ്ങൾ അനുവദിക്കും, മറ്റു താരങ്ങളെ ഉൾപ്പെടുത്തും. അങ്ങനെ നടത്തിയൊരു പരീക്ഷണം അത് കൃത്യമായി എന്നെ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം ഇതാണ്, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രകടനം, ഒരു ബോളിംഗ് പ്രകടനം വരുണിൽ നിന്നുണ്ടായി. 5 വിക്കറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് 9 വിക്കറ്റുകളും സ്പിന്നർമാർ നേടുന്നൊരു കാഴ്ച. അങ്ങനെ പക്ഷെ അതാണ് വരാനിരിക്കുന്ന മറ്റൊരു അപകടവും. ഇന്ത്യ ചേസ് ചെയ്യും എന്നുറപ്പാണല്ലോ. അതെ, സാറ്റ്നർ എന്ന ബൗളർ, അയാൾക്ക് ഈ മത്സരം ജയിച്ചേ പറ്റൂ. കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ തൻ്റെ മികവ് കാണിച്ചു കൊടുക്കേണ്ട സമയം വളരെ അപകടകാരിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കൊടുക്കാൻ സാറ്റ്നർക്കുള്ള മികവ് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളത്. അവിടെ സാറ്റ്നറുണ്ട്, ഫിലിപ്സ് ഉണ്ട്, ബ്രേസ്വെല്ലുണ്ട്, രജിനുണ്ട്. അവിടെയും 4 സ്പിന്നർമാരുണ്ട്. പക്ഷേ ഈ സാറ്റ്നറിൻ്റെ 10 ഓവറുകളെ ഇന്ത്യ എങ്ങനെ അതിജീവിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ മത്സരഫലം പോലും വരിക. അതെ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ 10 ഓവറിനെ ഇന്ത്യ എങ്ങനെ അതിജീവിക്കുന്നു അതനുസരിച്ചിരിക്കും കൃത്യമായ മത്സരത്തിൻ്റെ ഫലം. നമ്മൾ പറഞ്ഞതുപോലെ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും അക്ഷർ പട്ടേലും ഒക്കെ സാറ്റ്നറിൻ്റെ പന്തിനെ കരുതലോടെ കളിച്ച് മറ്റുള്ളവരെ സ്കോർ ചെയ്യുക. അവിടെയും മറ്റൊരു അപകടമുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ പന്തുകൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കും, അതിൽ ബിഗ് ഹിറ്റിന് ശ്രമിച്ച് അവിടെയും വിക്കറ്റ്. കാരണം നമ്മൾ പലപ്പോഴും ബുംറയുടെ വിക്കറ്റ് കിട്ടുന്നതിനപ്പുറത്തേക്ക് ബുംറ ഉള്ള സമയത്ത് സിറാജിനും ഷമിക്കും കൂടുതൽ വിക്കറ്റ് കിട്ടും. കാരണം ബുംറയുടെ പന്തുകൾ കളിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാവുന്നതുകൊണ്ട് അത് പരമാവധി ഡിഫെൻഡ് ചെയ്യും. ആ സമയത്ത് വരുന്ന സിറാജിൻ്റെയും ഈ ബുംറയാക്കിയതിന് പിന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ബൗളറുണ്ട്, ഭുവനേശ്വർ കുമാർ. ഭുവനേശ്വർ കുമാറിൻ്റെ ഷാർപ്പ് ടേൺ, സ്വിംഗ് ചെയ്യുന്ന പന്തുകളെ കളിക്കാൻ മടിച്ചിരുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ബുംറയായിരുന്നു. പിന്നീട് തിരിച്ചായി ബുംറയെ പ്രതിരോധിക്കുമ്പോൾ ഭുവനേശ്വറിനെ അടിക്കുന്നത്. അപ്പോൾ വിക്കറ്റുകൾ കിട്ടി തുടങ്ങി. അതൊരു കോൺഫിഡൻസ്. നമുക്കിനി ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഒറ്റ കാര്യം, മറുവശത്ത് ന്യൂസിലാൻഡാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ടീം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ന്യൂസിലാൻഡ് ആയിരിക്കും ക്രിക്കറ്റിൽ. അതിന് കാരണം വില്ലിച്ചായൻ എന്നൊരാളാണ്. മാത്രമല്ല അവരുടെ പെരുമാറ്റം അങ്ങനെയാണ്. ന്യൂസിലാൻഡ് താരങ്ങൾ എപ്പോഴും പൊളൈറ്റാണ്, വളരെ ജെന്റിൽമാനാണ്. അപ്പോൾ വില്ലിച്ചായനാണ് മറുവശത്ത്. അദ്ദേഹത്തിനും നിർണായകമായ ഒരു മത്സരമാണ്. ഒരുപക്ഷെ വിട പറയൽ സാധ്യത ഉണ്ടാകാം, അറിയില്ല. അയാൾ വിട പറയാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എപ്പോഴും ഈ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാബ് 4 താരങ്ങളിൽ ഒരാൾ പടി ഇറങ്ങി. സ്മിത്ത് റൂട്ട് ഏകദേശം ഇറങ്ങിയ മട്ടിലാണ്. അതെ, റൂട്ടും ഞാൻ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പതുക്കെ വലിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഒന്ന് വിരാട് കോഹ്ലി 4 പേരും 1 ഡൗൺ ബാറ്റ്സ്മാൻ. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി, വില്ലിച്ചായൻ ഏറ്റവും പേടിക്കേണ്ട ഒരു ബാറ്റ്സ്മാൻ. തീർച്ചയായും ഉറപ്പാണ്. വില്യംസനെ നമ്മൾ പേടിച്ചേ മതിയാകൂ. അത് എന്നും അങ്ങനെ തന്നെയാണ്. വില്യംസൺ കണ്ടിന്യൂസ് ആയി 6 അടിക്കില്ല, അത് നമുക്ക് ഉറപ്പാണ്. വിരാട് കോഹ്ലി കണ്ടിന്യൂസ് 6 അടിക്കില്ല. പക്ഷേ ബൗണ്ടറികൾ കണ്ടെത്താൻ അനായാസം സിംഗിൾസ്, ഡബിൾസ്, അങ്ങനെ റൺസുകൾ കണ്ടെത്തി സ്കോറിന് വേഗത കൂട്ടാൻ കെൽപ്പുള്ള ഒരു ബാറ്റ്സ്മാൻ. അതായത് ഡോട്ട് ബോളുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഡോട്ട് ബോൾ കുറച്ചാൽ തന്നെ ഇപ്പോൾ ഒരു ഓവറിൽ ഡോട്ട് ബോളുകൾ ഒന്നും വീണില്ലെങ്കിൽ
നമുക്ക് 6 എന്നുള്ള റൺ റേറ്റ് നിലനിർത്താൻ സാധിക്കും. പലപ്പോഴും വിരാട് കോഹ്ലി ശ്രമിക്കുന്നത് അങ്ങനെയാണ്, സ്കോർ ഉയർത്തുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ ആ ഒരു എല്ലാ പന്തിലും കിട്ടുന്ന പന്തിലെല്ലാം സിംഗിൾ എടുത്ത് റൺസ് കയറ്റിയാൽ തന്നെ 6 എന്നുള്ള റൺ റേറ്റ് നിലനിർത്താൻ. ശരി, ഏതായാലും ഇന്ന് വിരാട് കോഹ്ലിക്ക് നിർണായക റോളുണ്ട്. നല്ല തുടക്കം കൊടുക്കേണ്ട പ്രകടനം രോഹിത് ശർമ്മ കാഴ്ചവെക്കേണ്ടതുണ്ട്. ഈ 2 പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തു പറയും, കാരണം ബാക്കിയുള്ളവരെല്ലാം അവർ നന്നായി കളിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ജയിക്കട്ടെ. വില്ലിച്ചായൻ്റെ കണ്ണീര് കാണാൻ വയ്യ, എങ്കിൽ പോലും നമുക്ക് ജയിക്കണം. 12 വർഷത്തിന് ശേഷം ഒരു ഏകദിന ICC ഏകദിന കിരീടം നമുക്ക് നേടണം. ആകപ്പാട് ഒറ്റ കിരീടമേ ന്യൂസിലാൻഡിനുള്ളൂ, അതാകട്ടെ ഇന്ത്യയെ തോൽപ്പിച്ച് 2000 നെയ്റോബിയിലാണ് എന്ന കാര്യവും ഓർക്കണം. ഏതായാലും ഫൈനൽ പോരാട്ടത്തിന് ഇരു ടീമുകളും തയ്യാറെടുത്തു കഴിഞ്ഞു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ആവേശത്തിൻ്റെ അങ്ങേയറ്റത്താണ്. ഒരു സംശയവും വേണ്ട, കൂടുതൽ ആരാധകർ ഇന്ത്യക്കൊപ്പമാണ്. അത് സാറ്റ്നർ ടോസ് ഇട്ട ശേഷം പറയുന്നുണ്ട് അവിടെ എവിടെയായി നീലക്കുപ്പായക്കാരെ കാണുന്നുണ്ട് എന്ന്. ഏതായാലും ഫൈനൽ പോരാട്ടം ന്യൂസിലാൻഡ് ആയതുകൊണ്ട്, കിവീസ് ആയതുകൊണ്ട് നമുക്ക് അധിക സമ്മർദ്ദം ഇല്ലതാനും. ഏതായാലും ഇന്ത്യ ജയിക്കട്ടെ, കിരീടം നേരട്ടെ, രോഹിത്തും കോഹ്ലിയും ഒക്കെ വീണ്ടും വീണ്ടും ക്രിക്കറ്റ് കളിച്ച് തുടരട്ടെ. ഈ അരമണിക്കൂർ വിലയിരുത്തൽ പൂർണ്ണമാകുന്നു. ഇനി എല്ലാവരും ക്രിക്കറ്റ് മത്സരം കാണാനുള്ള തത്രപ്പാടിലാണ് എന്നറിയാം. നമസ്തേ.